ഓക്കെ, അപ്പോ സൂറത്ത് മുജാദല ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതിന്റെ ഈ സൂറത്തിനെ കുറിച്ചുള്ള ഒരു ആമുഖം ഞാൻ ആദ്യം പറയാം. അതായത് സൂറ അൽ മുജാദല, പേര് അൽ മുജാദല എന്നാണ്. ചില ആളുകൾ മുജാദില എന്നും പറഞ്ഞിട്ടുണ്ട്, അൽ മുജാദില എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ട് രൂപത്തിലും അത് ശരിയുമാണ്. ജാദല യുജാദിലു എന്ന പദത്തിൽ നിന്നാണ് മുജാദല, അല്ലെങ്കിൽ മുജാദല എന്ന പദമാണ് ഇതിന്റെ മസ്ദർ. അതിൽ നിന്നാണ് അതിന്റെ വെർബായിട്ടുള്ള ജാദല വന്നത്. ജാദല യുജാദിലു എന്ന് പറഞ്ഞാല് അർത്ഥം തർക്കിക്കുക എന്നർത്ഥം. ജിദാല്, ജിദാല് എന്ന് പറഞ്ഞാല് തർക്കം. ഒറ്റൊരാള് തർക്കിക്കണേനാണ് ജിദാൽ എന്ന് പറയാ. ജാദല മുജാദല എന്ന് പറയുമ്പോൾ രണ്ടാളും കൂടെ പരസ്പരം തർക്കിക്കുക, അങ്ങനെയുണ്ട് അറബി ഭാഷയിൽ പ്രയോഗം അനുസരിച്ച്. ഇപ്പൊ കത്തല എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? കത്തല കൊന്നു. കാത്തല എന്ന് പറഞ്ഞാലോ പരസ്പരം കൊന്നു, പരസ്പരം കൊല്ലുക, അല്ലെങ്കിൽ പരസ്പരം കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ യുദ്ധം, അതിനാണ് ഖിതാല്. ഇതുപോലെ ജിദാല് എന്ന് പറഞ്ഞാൽ തർക്കം, അല്ലെങ്കിൽ ജദല എന്ന് പറഞ്ഞാൽ തർക്കിച്ചു. ജാദല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പരസ്പരം തർക്കിച്ചു. ഒരാളൊന്ന് പറഞ്ഞു, മറ്റാൾ വേറൊന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ വീട്ടിലുണ്ടാവുക? അല്ലെ, എങ്ങനെ വീട്ടിലുണ്ടാവുക? വീടുകളിൽ പരസ്പരം തർക്കിക്കുക. ഒരാൾ പറഞ്ഞിട്ട് വേറൊരാളും ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു കൈ മാത്രം കൊട്ടിയാല് ശബ്ദം ഉണ്ടാവൂല, അല്ലെ? രണ്ട് കൈ കൊണ്ട് കൊട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക. ഇവിടെ പക്ഷെ ആ തർക്കത്തെ കുറിച്ച് അല്ലാട്ടോ പറയുന്നത്. ആ തർക്കത്തിനും ഇത് പറയാം, വീട്ടിലുണ്ടാകുന്ന തർക്കത്തിനൊക്കെ ഇത് പറയാം. പരസ്പരം രണ്ടാളുകൾ തമ്മിൽ ഒരു വാദം ഉന്നയിക്കുന്നു, തിരിച്ച് വേറൊരാള് എതിർവാദം ഉന്നയിക്കുന്നു, അങ്ങനെ വലിയ തർക്കാവുന്നു. അതിനാണ് ശരിക്ക് മുജാദല എന്ന് പറയാം. മുജാദിൽ അല്ലെങ്കിൽ മുജാദില എന്ന് കെസറിട്ട് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിന് തുടർന്നുകൊണ്ടേയിരിക്കുന്ന തർക്കം എന്നാണ് അർത്ഥം. അതായത് ആ തർക്കം എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേ പോകുന്നു എന്ന ഒരു മീനിങ് അതിന് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ചുരുക്കി പറഞ്ഞാൽ ആ പദം അങ്ങനെയാണ്. ആ പദത്തിൽ നിന്നാണ് ഈ പിന്നെ പേരുണ്ടായിട്ടുള്ളത്. ഇത് ഒന്നാമത്തെ ആയത്തിൽ തന്നെ ആ പദം പറയുന്നുണ്ട്. ഈ ആയത്തുകൾ, പ്രത്യേകിച്ച് ഈ ആദ്യത്തെ 6 ആയത്ത്, അത് അവതരിച്ചത് പിന്നെ അല്ലെങ്കിൽ മൊത്തം ഈ സൂറത്ത് തന്നെ അവതരിച്ചത് ഏത് സമയത്താണെന്നതിനെ കുറിച്ച് പിന്നെ കൃത്യമായ റിപ്പോർട്ടുകൾ ഇല്ലെങ്കിലും ഒരു സൂചന മിക്കവാറും അഹ്സാബ് യുദ്ധത്തിന് ശേഷം, അതായത് ഹിജ്റ 6-ാം വർഷം അഹ്സാബ് യുദ്ധം, മറ്റേ ഖുറൈശികളുടെ ഒരുപാട് വലിയ സൈന്യം വന്നിട്ട് ബനു നളീർ, ബനു ഖുറൈള, ബനു ഖൈനുഖ എന്നൊക്കെ പറയുന്ന ജൂതഗോത്രങ്ങളുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരികയും മുസ്ലിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിടങ്ങ് കുഴിക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടല്ലോ, ഖന്തക് യുദ്ധം കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ആ യുദ്ധം, അതിനാണ് അഹ്സാബ് യുദ്ധം എന്ന് പറയാം. അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾ. ഇപ്പൊ ഖുറൈശികൾ, ബനു ഖുറൈള, ബനു നളീർ, അങ്ങനെ ജൂതന്മാരുടെ ഗോത്രങ്ങളൊക്കെ ചേർന്ന ആ സഖ്യം, ആ സഖ്യകക്ഷികളുടെ യുദ്ധത്തിന് ശേഷം അവതരിച്ചതാണ് ഇതെന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചന ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സൂറ അൽ അഹ്സാബില് അല്ല ഈ പിന്നെ നിങ്ങള് ലിഹാറ് നടത്തുന്ന ഭാര്യമാര് നിങ്ങളുടെ മാതാക്കളല്ല എന്ന് പറയുന്ന ഒരു സൂചന ആ സൂറത്തിലുണ്ട്. പക്ഷെ ആ സൂറത്തില് ഈ ലിഹാറിനെ കുറിച്ചുള്ള പിന്നെ ഒരു വിധി അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്താണ് ലിഹാർ എന്നുള്ളതൊക്കെ ഞാൻ പറയാട്ടോ. അപ്പോ ലിഹാർ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അറബികൾക്കിടയിൽ ജാഹിലിയ കാലത്തെ ഉണ്ടായിരുന്നു. പിന്നെ മുസ്ലിങ്ങളായതിനു ശേഷം അറബികൾ ഇത് പ്രാക്ടീസ് ചെയ്തു. എന്താണ് ലിഹാർ എന്ന് ചോദിച്ചാല്, പണ്ടത്തെ കാലത്ത് പ്രത്യേകിച്ച് ജാഹിലിയ കാലത്ത് അറബികളിൽ ചിലര് വല്ലാതെ ദേഷ്യം വരുമ്പോ, അതായത് വീട്ടിൽ തർക്കമൊക്കെ ഉണ്ടായി കഴിയുമ്പോ ഭാര്യ ഒന്ന് പറയും, ഭർത്താവ് തിരിച്ചൊന്ന് പറയും, അങ്ങനെ പിന്നെ പരസ്പരം ചൂടാവുമ്പോ തലാക്ക് ചെല്ലുന്നതിന് പകരം അതിനേക്കാളും വേഴ്സ് ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കുന്ന ഒരു പദം പറയും. അതെന്താന്ന് വെച്ചാല്, ഇന്നു മുതൽ നീ എനിക്ക് എന്റെ മാതാവിന്റെ മുതുക് പോലെയാകുന്നു എന്നാണ് പറയാ. ഇന്നു മുതൽ ഭാര്യനോട് ഭർത്താവ് പറയാണ്, ഇന്നു മുതൽ നീ എനിക്ക് എന്റെ മാതാവിന്റെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാതാവ് നമുക്ക് ഏറ്റവും പിന്നെ വിവാഹ നിഷിദ്ധമാണ് മാതാവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആ അർത്ഥത്തിലുള്ള ഒരു പദവിയിലുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ഭാര്യയെ മാതാവിന്റെ മുതുകിനോട് ഉപമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നീട് ഒരിക്കലും
ഞാൻ നീയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം, പ്രത്യേകിച്ച് ലൈംഗിക ബന്ധം ഉണ്ടാവുകയേ ഇല്ല. എനിക്കത് അത്രത്തോളം നിന്നെ ഞാൻ ആ ഒരു പദവിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അത്യന്തം നികൃഷ്ടമായ, അതോടൊപ്പം അതൊരു എന്താ പറയാ, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപഹാസ്യമായ, ആക്ഷേപാർഹമായ ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിയിടുന്ന ഒരവസ്ഥയായിരുന്നു അത്. അതുകൊണ്ടുള്ള പ്രശ്നം വെച്ചാൽ ഇപ്പൊ തലാക്ക് ചൊല്ലുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, വിവാഹമോചിതയായിട്ട് അവർക്ക് വേറെ വിവാഹത്തിന് പോകാം. പക്ഷെ ലിഹാർ ചെയ്തു കഴിഞ്ഞാൽ അതിനും കൂടെ പറ്റാത്ത, തലാക്ക് സംഭവിച്ചിട്ടില്ല, പക്ഷെ എന്നാൽ ഇദ്ദേഹം അവരെ പിന്നെ സമീപിക്കുകയോ അവരുമായിട്ടുള്ള ഒരു പഴയ ബന്ധം ഉണ്ടാവുകയോ ചെയ്യാത്തൊരവസ്ഥ ഉണ്ട് എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്ന ഒരു പദമാണ്. പക്ഷെ ജാഹിലിയ കാലത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇവരത് പറയും, കുറച്ച് കഴിയുമ്പോൾ അത് മറക്കും, കുറച്ച് കഴിയുമ്പോൾ അത് മറക്കും. അങ്ങനെയാണല്ലോ അല്ലെ, വീട്ടിൽ അങ്ങനെയാണല്ലോ അതെ, ഓരോരുത്തർക്കും അറിയാലോ. അത് കുറച്ച് നല്ല തർക്കം ഉണ്ടാകുമ്പോൾ അതും ഇതൊക്കെ പറയും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മറന്ന് പിന്നെ സുൽഹാകും അല്ലെ, സുൽഹാവണം ആവണം. പക്ഷെ പലപ്പോഴും ആ പറഞ്ഞതിന്റെ ഇഫക്റ്റ് അവിടെ ഉണ്ടാവും അല്ലെ. നിങ്ങൾ അങ്ങനെ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് കുറേ കാലം കഴിഞ്ഞാലും പറയും അല്ലെ, അങ്ങനെ പറയും. അതൊരു പൊതു സ്വഭാവമാണ്. അപ്പൊ അത് പിന്നെ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ പറയും, മറക്കും. പക്ഷെ പെട്ടെന്ന് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അത് മറന്നതുപോലെയാണ്. അത് ഒരർത്ഥത്തില് അതായത് വേഗം പെണ്ണുങ്ങൾ അതുപോലെ മറക്കണമെന്ന് അവർ ആഗ്രഹിക്കും, പക്ഷെ പെണ്ണുങ്ങൾക്ക് അത് മറക്കാൻ പറ്റൂല. പെണ്ണുങ്ങളുടെ ഒരു നേച്ചർ വെച്ചിട്ട്, ഒരു സൈക്കോളജി വെച്ചിട്ട് അവർക്കത് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അപ്പൊ അത് വേറെ വിഷയം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഈ ലിഹാർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അത് ജാഹിലിയ കാലഘട്ടത്തിന് മുമ്പ് അങ്ങനെ ചെയ്തിരുന്നത്. ഇസ്ലാമിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് സംഭവിക്കുന്നത് ഖൗല ബിൻത് സഅലബ എന്ന് പറയുന്ന ഔസ് ഗോത്രക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കാര്യത്തിലാണ് അത് സംഭവിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഖൗലയുടെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ പേര് ഔസുബിനു സ്വാമിത്ത്, ഉബാദത്തുബിന് സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ഔസുബിന് സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു ആര്, ഖൗല ബിൻത് സഅലബ. ഇവര് രണ്ടാളും ഏറെക്കുറെ ഒരു പ്രായം വാർദ്ധക്യത്തോട് അടുക്കുന്ന ഒരു ഘട്ടത്തില് ഇദ്ദേഹത്തിന്, ഈ ഔസുബിന് സ്വാമിത്തിന് ഒരു എന്താ പറയാ, കുറച്ചൊക്കെ ഒരു പിച്ചുമ്പയും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം. അതായത് അങ്ങനെ ഉണ്ടല്ലോ, ഒരു പ്രായമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ആളുകൾ പെട്ടെന്ന് ചൂടാവും അല്ലെ, പെട്ടെന്ന് പിച്ചുമ്പയും പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയപ്പോ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഭാര്യയുമായിട്ട് തർക്കിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇന്നു മുതൽ നീ എനിക്ക് എന്റെ മാതാവിന്റെ മുതുക് പോലെയാണ് എന്ന് പറഞ്ഞു. അതാണ് ഈ ലിഹാർ എന്ന് പറയുന്ന സംഭവം. അപ്പോ ഈ ലിഹാർ ചെയ്തു കഴിഞ്ഞു. അത് ഇസ്ലാമിൽ സംഭവിക്കുന്ന ആദ്യത്തെ ലിഹാറാണത്. ഈ ലിഹാറിന് വേറൊരു പദം കൂടെ ഉണ്ട്. ലിഹാർ എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിനും പറയും അറബിയിൽ. കാരണം പണ്ടത്തെ കാലത്ത് ഈ മൃഗങ്ങളുടെ മുതുകത്തിരുന്നാണല്ലോ യാത്ര ചെയ്യുക. ഒട്ടകം, കുതിര, അതിന്റെ മുതുകത്തിരുന്നാണല്ലോ യാത്ര ചെയ്യുക അല്ലെ. കഴുത, കോവർ, കഴുതയുടെ ഒക്കെ മുകളിലിരുന്ന് യാത്ര ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ലിഹാർ. അപ്പൊ നീയാകുന്ന വാഹനം എനിക്കിനി എന്റെ ഉമ്മയാകുന്ന വാഹനത്തെ പോലെയാണ് എന്ന് പറയുന്നത് പോലെയാണത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിൽ ഞാൻ ഇനി കയറുകയില്ല എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത് കേട്ടോ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ലിഹാർ എന്ന് പറയുന്ന അത്യന്തം നികൃഷ്ടമായ ഒരു പ്രയോഗവും ആ ഒരു സമ്പ്രദായവും ഇസ്ലാമിൽ ആദ്യം സംഭവിക്കുന്നത് ഈ ഖൗല ബിൻത് സഅലബയുടെ കാര്യത്തിലാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ഇവർക്ക് എന്തായി, ഖേദം തോന്നി. പിന്നെ ഇദ്ദേഹത്തിന് തന്നെ ഖേദം തോന്നി, ഔസുബിനു സ്വാമിത്തിന് തന്നെ ഖേദം തോന്നി. എന്ന് മാത്രമല്ല ഖൗല ബിൻത് സഅലബ അവർക്കും ഇതൊരു പ്രശ്നമായി. കാരണം എന്താ, അവര് പറഞ്ഞത്, നബിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, ഞാന് ഇപ്പൊ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാല്, അങ്ങനെ ആദ്യം വന്നിട്ട് നബീനോട് ചോദിക്കണം, അള്ളാന്റെ റസൂലെ എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അപ്പോ അതിലൊരു വിധി വേണം എനിക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുവരെ ഖുർആൻ അള്ളാഹു ഒരു കൽപ്പനയും നടത്തിയിട്ടില്ല. കാരണം തലാഖിന്റെ വിഷയത്തിൽ നിയമമുണ്ട്, പിന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ശപഥം ചെയ്താൽ ലംഘിക്കുന്നതിന് വിധിയുണ്ട്. പക്ഷെ ലിഹാർ ചെയ്താൽ എന്തു ചെയ്യും, നീ എനിക്ക് എന്റെ മാതാവിന്റെ മുതുക് പോലെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്യും എന്ന് അറിയില്ല. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചുള്ളൊരു വിധി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു, അതിന് അദ്ദേഹം എന്നെ തൊലാക്ക് ചൊല്ലിയിട്ടില്ല, അദ്ദേഹം ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ റസൂല് പറഞ്ഞു, എന്തായാലും എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇനി മുതൽ അയാൾക്ക് നിഷിദ്ധമാണ്
നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവും പാടില്ല, നിങ്ങൾ പരസ്പരം വേർപിരിഞ്ഞോളണം എന്ന് പറഞ്ഞാൽ തലാഖല്ല, പക്ഷെ നിങ്ങൾ അയാൾക്ക് നിങ്ങൾ നിഷിദ്ധമാണ് എന്നാണ് തോന്നുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് മറുപടി കൊടുത്തു? ഹൗല. അപ്പൊ ഹൗല എന്ത് ചെയ്തു? അത് കേട്ടിട്ട് പോകാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു, അങ്ങനെ വന്നാൽ സംഭവിക്കുക, എന്റെ കുട്ടികൾ ഞങ്ങൾ വേറെ പിരിഞ്ഞു കഴിഞ്ഞിട്ട് ആ കുട്ടികളെ അയാളെടുത്താൽ ലാഉ, അവര് നഷ്ടപ്പെട്ടു പോകും. അതല്ല, കുട്ടികൾ എന്റെ അടുത്തായാൽ ജാഉ, അവര് വിശന്നു പോകും. പറഞ്ഞ മനസ്സിലായോ? അങ്ങനത്തെ ഒരു പദമാണ് അവർ പറഞ്ഞ. അതായത് കുട്ടികൾ അയാളെ കൊണ്ട് പോയിട്ട് ഞങ്ങൾ വേറെ പിരിഞ്ഞിട്ട് കുട്ടികൾ അയാളോടൊപ്പം പോയാൽ ലാഉ, അവര് നഷ്ടപ്പെട്ടു പോകും, അവര് എന്തായി പോവും? വഴിപഴച്ചു പോകും. അതല്ല, കുട്ടികളെ ഞാൻ എടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ജാഉ, അവരെന്ത് പറ്റും? വിശന്ന് മരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിവൃത്തിയില്ല, അള്ളാഹു ഒരു വിധി പുറപ്പെടുവിക്കുന്നതുവരെ, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു കൽപ്പന വരുന്നത് വരെ എനിക്ക് ഒരു രക്ഷയില്ല പറയാൻ. അതുകൊണ്ട് നിങ്ങളെ അയാൾക്ക് നിഷിദ്ധമാണ് എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ഇവര് വിട്ടില്ല, ഇവര് പറഞ്ഞു പിന്നെയും പിന്നെ അള്ളാന്റെ റസൂലിനോട് തർക്കിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ഒരർത്ഥത്തില് റസൂലുമായിട്ട് തർക്കിക്കാൻ പറ്റില്ല, അല്ലെ? പറ്റുമോ? അള്ളാന്റെ റസൂലായിട്ട് ഒട്ടും തർക്കിക്കാൻ പറ്റൂല. കാരണം സൂറത്തുൽ ഹുജറാത്തിൽ ആയത്തുണ്ട്, ഇന്നല്ലദീന യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ശബ്ദത്തിന് മുകളിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. ഇത് കേട്ടതിന് ശേഷം അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ സംസാരിക്കാതെ വായ പൊത്തിപ്പിടിച്ചിരുന്ന സഹാബികളുവരുണ്ട്. കാരണം എന്തെങ്കിലും അഥവാ സംസാരിച്ചാൽ ശബ്ദത്തെക്കാൾ, അള്ളാന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നു പോകുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ വരെ ചെയ്ത സഹാബികളുണ്ട്. പക്ഷെ ഇവര് തർക്കിക്കണം. ഇവര് പറയണ, അള്ളാന്റെ റസൂലെ, ഇതെനിക്ക് ജീവൻ മരണ പ്രശ്നമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വിധി കിട്ടിയേ പറ്റൂ, കൃത്യമായ വിധി കിട്ടണം. അദ്ദേഹം തലാഖ് ചൊല്ലിയിട്ടില്ല, തലാഖിന്റെ പദം ഉച്ചരിച്ചിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എന്തു വേണം? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അള്ളാഹു ആയത്തിറക്കി. ആ ആയത്തുകളാണ് ഇതിന്റെ ആദ്യത്തെ 6 ആയത്തുകൾ. സൂറത്തുൽ മുജാദലയിലെ ആദ്യത്തെ 6 ആയത്തുകൾ ഒരു പെണ്ണിന് വേണ്ടി ഇറങ്ങിയതാണ്. ആ പെണ്ണിന്റെ നിരപരാധിത്വമല്ല, ആ പെണ്ണിനെ അവൾ അനുഭവപ്പെട്ട അല്ലെങ്കിൽ അവൾ അകപ്പെട്ട ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ആയത്താണ്. ഇതിനെ സംബന്ധിച്ച് വളരെ അത്യന്തം കൗതുകകരമായ രസകരമായ ഒരു സംഭവം ഉണ്ട്. അതെന്താന്ന് വെച്ചാല്, ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉമർ റളിയല്ലാഹു ഖലീഫയൊക്കെ ആയതിനു ശേഷം ഒരു ഘട്ടത്തിൽ ഉമർ അല്ലാഹു ഒരു അദ്ദേഹം ഭരണാധികാരിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടാവും. ഖുറൈശികൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ ഖുറൈശികളുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോ വഴിയിൽ വെച്ചിട്ട് ഈ ഹൗല തടഞ്ഞു നിർത്തി. ഹൗല റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹുവിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറെ, നിന്നെ ഞാൻ ഉക്കാദ് ചന്തയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, ഉമൈറായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. ഉമൈർ എന്ന് പറഞ്ഞാല് ഉമറിന്റെ ചെറിയ കുഞ്ഞു ഉമർ അല്ലെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മള് ഉമർ കുട്ടി എന്നൊക്കെ നമ്മൾ വിളിക്കൂലേ, അതിനാണ് ഉമൈർ എന്ന് പറയാ. കേട്ടാ, അറബി ഭാഷയിൽ നിന്നെ ഞാൻ ഉക്കാദ് ചന്തയിൽ വെച്ച് ഉമൈറായിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നീ വലിയ ആളായി, ഉമറായി, മാത്രമല്ല നീ ഖലീഫയായി, അമീറുൽ മുഅ്മിനീനായി. പക്ഷെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കൈ ഉയർത്തിയിട്ട് മുഖത്ത് ചൂണ്ടിയിട്ടാ പറഞ്ഞ, നീ അള്ളാഹിനെ സൂക്ഷിക്കണം, ആളുകളുടെ വിഷയത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു ഒന്നും മിണ്ടാതെ പാവത്തിനെ പോലെ കേട്ടിരുന്നു. ഉമർ റളിയല്ലാഹു ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? അദ്ദേഹം ഒന്ന് നോക്കിയാ കരിഞ്ഞു പോകാൻ മാത്രം അങ്ങനത്തെ നോട്ടം ഗൗരവക്കാരനുമാണ് ആര്? ഉമർ റളിയല്ലാഹു. പക്ഷെ ഈ സ്ത്രീയുടെ മുമ്പിൽ ഇങ്ങനെ പഞ്ചപുച്ഛമടക്കിയിട്ട് ഉമർ റളിയല്ലാഹു നിന്നു, കുറെ നേരം നിന്നു. ഇവരിത് പറഞ്ഞു തീരുന്നത് വരെ കേട്ടിരുന്നു, ഒന്നും പറഞ്ഞില്ല. അപ്പോ അത് കഴിഞ്ഞ് ഇവര് പോയി കഴിഞ്ഞപ്പോ ഇവര് വിട്ടു. അവസാനം പിന്നെ ഹൗല ഉമർ റളിയല്ലാഹുവിനെ വിട്ടു കഴിഞ്ഞപ്പോ ആളുകൾ വന്ന് ചോദിച്ചു, അള്ളാന്റെ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ, താങ്കളെ കാത്ത് ഖുറൈശികൾ ഇങ്ങനെ നിൽക്കണം, ഈ കിഴവി താങ്കളുടെ ഇത്രയും സമയം എടുത്തു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അവരോട് പറഞ്ഞ്, അതാരാന്നറിയോ നിങ്ങൾക്ക്? ആകാശലോകത്തുള്ളവൻ കേട്ട ഒരു സ്ത്രീയാണത്. അപ്പൊ അവര് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് രാത്രി വരെ, പാതിരാത്രി വരെ എന്നോട് വർത്താനം പറഞ്ഞാലും ഞാനത് കേൾക്കും. നമസ്കരിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് അവരോട് ഒരു അനുമതി ചോദിക്കുള്ളൂ എന്നാര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു മറുപടി പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സ്ത്രീയുടെ വിഷയത്തിൽ ആ സ്ത്രീയുടെ തർക്കം, അവരുടെ ആവലാതി അള്ളാഹു കേട്ടു എന്ന് പറയുന്ന അത്രത്തോളം ഒരു സ്ത്രീ സമൂഹത്തിന് പരിഗണന ലഭിച്ച ഒരു സൂറത്ത് കൂടിയാണിത്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു സ്ത്രീപക്ഷ സൂറത്ത് എന്ന് വിളിക്കാം. പെൺപക്ഷം അല്ലെ, ഇപ്പൊ വലിയ ചർച്ചയാണ് പെൺപക്ഷം. അപ്പോ ഒരു സ്ത്രീപക്ഷ സൂറത്താണ് ഇതെന്ന് വേണമെങ്കിൽ
അങ്ങനെ ഖുർആനിൽ ആൺപക്ഷം പെൺപക്ഷം ഒന്നുമില്ല. പക്ഷെ വേണമെങ്കിൽ നമുക്കതിനെ അങ്ങനെ വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആയതിലേക്ക് കിടക്കാം. നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പോ ലിഹാർ ഈ മൊത്തം ഈ സൂറത്തില് ഈ ലിഹാറിനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ 6 ആയത്തിൽ, പിന്നെ അതിനുശേഷം കപടവിശ്വാസികളുടെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം സത്യവിശ്വാസികൾ ഇരിപ്പിടങ്ങളിൽ ഇരിക്കേണ്ട എങ്ങനെയെന്ന് പറയുന്നുണ്ട്, വിശാലത കാണിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാമൂഹ്യമായി ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ സൂറത്തിന് നൽകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഉപകാരപ്രദമായ ഒരു സൂറത്ത് കൂടിയാണ് സൂറത്ത് അൽ മുജാദല എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ.